ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സുഹൃത്തും ചിലറി വ്ളോഗ്സ്. നമുക്കിന്നൊരു ചെറിയൊരു ഇൻവിസിബിൾ മാല നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഒരു ഇൻവിസിബിൾ മാല ചെയ്ത് നോക്കുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് സെയിം ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്, നമുക്കിന്ന് എടുത്തിട്ടുള്ളത് ഒരു ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഗിയർ വയറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ വയർ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് ഇത്ര മതി കേട്ടോ. നമ്മളിനി ടൂൾ സെറ്റ് എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇത്രയാണ് നമ്മൾ ഇത്ര അളവ് വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ലക്ഷ്മി പെൻഡൻ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഗിയർ വയർ നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിൽ നമ്മൾ ബിന്ദി ബോളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് സൈഡിൽ നമുക്ക് ചെറിയ ബിന്ദി ബോൾ നമുക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വലിയൊരു ബിന്ദി ബോളാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു ബിന്ദി ബോളും കൂടി നമുക്ക് ഇതിൻ്റെ സൈസ് കുറഞ്ഞൊരു ബിന്ദി ബോളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഗിയർ ലോക്ക്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടൂൾ സെറ്റ് വെച്ചിട്ട് നമ്മളിത് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സെൻറ്ററിൽ വെക്കുക. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴേക്ക് വന്നിട്ട് സെൻറ്ററിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സൈഡ് നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്നുള്ള രണ്ട് സൈഡിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സൈഡിൽ നമുക്ക് ടൈറ്റ് ആയാലോ. ഇനി നമുക്ക്
ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഈ 3 സൈഡ് 2 സൈഡിലും കൂടി നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ 2 സൈഡിലും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇനി നമ്മൾ 2 സൈഡിലും കൂടി നമ്മൾ ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ 2 സൈഡിലും നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും കൂടി ഗിയർ ലോക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും സൈസ് കുറഞ്ഞ ബിന്ദി ബോളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ രണ്ട് സൈഡിലും സൈസ് കുറഞ്ഞ ബിന്ദി ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ സൈസ് കൂടിയ 2 ബിന്ദി ബോളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സൈസ് കൂടിയുള്ള ബിന്ദി ബോൾ കേട്ടോ. അപ്പോൾ നമുക്കിത് 2 സൈഡിലും കൂടി കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലക്ഷ്മി പെൻഡൻറ്റ് നമുക്ക് ഈ സെൻറ്ററിലുള്ള ലക്ഷ്മി പെൻഡൻറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്മി പെൻഡൻറ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ലക്ഷ്മി പെൻഡൻറ്റ് വരുന്നത്. അത് നമുക്ക് 2 സൈഡിലും കൂടി പുറത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിന്ന് ഇങ്ങനത്തെ 5 എണ്ണം ചെയ്തെടുക്കാണ്ട് നമുക്കിന്ന് ഒരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെബ്സൈറ്റിൽ കൊടുക്കാം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്കിതൊരു ഇൻവെസിബിൾ ചെയിൻ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെയല്ല ഇത് ചെയ്തെടുക്കാൻ നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഭംഗിയും കൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഇട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് 2 സൈഡും ഇവിടെ ആയിട്ടാണ് ഇട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തില്ലായിരുന്നോ, അതുപോലെ തന്നെ നമ്മളിനി ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി 2 സൈഡിലും കൂടി നമുക്കിനി ഈ 2 സൈഡിൽ നമുക്ക് 2 സൈഡിലും കൂടി ബിന്ദി ബോൾ കോർത്ത് കൊടുക്കാം കേട്ടോ. വലിയ ബിന്ദി ബോളാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. ഞാനിത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് സൈസ് കുറഞ്ഞ ബിന്ദി ബോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സൈസ് കുറഞ്ഞ ബിന്ദി ബോൾ കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും കൂടി ഒരുമിച്ച് കോർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും കേട്ടോ. 2 സൈഡിലും ഒരുമിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്കിപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ടുള്ള ശീലമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സൈഡിലും കൂടി നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു നിശ്ചിത അകലത്തിന് നമുക്ക് എത്രയാണോ നമുക്ക് ഈ അകലം വേണ്ടത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സൈഡും നമ്മൾ ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ള. ഇനി നമുക്ക് നോക്കാം കേട്ടോ, നമ്മൾ നെക്കിൽ വെച്ച് നമുക്ക് നോക്കാം ഏകദേശം നമുക്കത് കറക്റ്റാണോ നമുക്ക് നോക്കാം കേട്ടോ നെക്കിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്കിത് നന്നായിട്ട് നമുക്ക് ലെങ്ത്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ലെങ്ത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട, നമുക്ക് നെക്കിൽ കുറച്ച് കയറി കിടക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം നമുക്ക് ഇത്ര വേണ്ട. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ചെയ്യാതെ നമ്മളത് കറക്റ്റാണ് നമുക്കുള്ളത് നോക്കിയിട്ട് നമ്മൾ പിന്നെ നെക്കിന് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പാണ് നമുക്ക് വരുന്നത്. നമുക്ക് ആദ്യം ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഗിയർ ലോക്ക് ഇട്ട ശേഷം നമുക്ക് ബാക്ക് ചെയിന് വിത്ത് ഹോക്കും കൂടി മിക്സ് ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ലോക്ക് ചെയ്ത് കൊടുക്കാം. ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളിത് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്തെടുക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നമുക്ക് ആരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റും കൂടി ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം.
അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റും കൂടി ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർണമെൻറ്റ്സ് ഒക്കെ വേണമെന്നുള്ളവർ അപ്പോൾ നിങ്ങൾ നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ പേജൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ നമ്മുടെ ജ്വല്ലറി വെബ്സൈറ്റ് ഞാനിത് ഒന്നും പറയാതെ ചെയ്ത് നമുക്കിത് കുറച്ചും കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. നമുക്കൊരു 5 ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കൂടി നമുക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം പ്രസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി നമുക്ക് പ്രസ് വെച്ച് നമുക്ക് ടൂൾ സെറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടി നമുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി നമുക്ക് പുറത്ത് കൊടുക്കാം. നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഗിയർ ലോക്ക് ഇട്ട ശേഷം നമുക്ക് ബാക്ക് ചെയിന് കൊടുത്തു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിയർ ലോക്ക് ടൈറ്റ് ആയിട്ടില്ല. നമുക്ക് ഒന്നും കൂടി നമുക്ക് ഈ ഒരു നെക്കിലിട്ട് നോക്കാം കേട്ടോ. നമുക്കിത് നെക്കിൻ്റെ ലെങ്ത്ത് ഓവറാണോ അതോ നമുക്ക് ഇനിയിപ്പോൾ കുറയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമുക്കിത് ഈ നെക്കിലൊന്ന് ഇട്ട് നോക്കാം. നമുക്ക് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ തള്ളി നിൽക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ നമ്മൾ റെഡ് ദേവിയെ നമ്മൾ സൈഡിൽ നമ്മൾ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പെൻഡൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലക്ഷ്മി ദേവിയുടെ ഒരു പെൻഡൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഗ്രീനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ വിത്ത് റെഡ് ഒരു കോമ്പോയിൽ വരുന്നൊരു ഇൻവിസിബിൾ ചെയിനാട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ നെക്കിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു 5 മാലയും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻവിസിബിൾ ചെയിനിൻ്റെ മാല. അപ്പോൾ ഇതിൻ്റെ ഒരു 5 എണ്ണമാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു മാലയാണ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു 5 ഓർഡറാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ ചെയ്തെടുത്ത മാല കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാലയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വെബ്സൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റും കൂടി കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം. താങ്ക് യു.
ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഈ ഒരു മാല നമുക്കിന്ന് പാക്കിങ് ചെയ്യാം കേട്ടോ. ഇതാണ്, ഇതാണ് നമ്മുടെ ബോക്സ് കേട്ടോ. നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കും ഓർഡർ പ്ലേസ് ആക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ മാല. ഇനി നമ്മളിത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിൽ നമുക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഇതിൽ കസ്റ്റമറിൻ്റെ പേരും അഡ്രസ്സും കൂടെ എഴുതാണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൊറിയർ അയക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ആക്കുക കേട്ടോ. നമുക്കെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇൻവെസിബിൾ ചെയിനൊക്കെ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡറിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തരിക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.